എന്ത് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാലും ജനങ്ങള് സത്യം മാത്രമേ തിരിച്ചറിയുള്ളൂ. അത് എത്ര ഒളിച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ജനങ്ങള് സത്യം മാത്രമേ മനസ്സിലാക്കൂ എന്നുള്ളതാണ് ഈ അവസരം. ജനങ്ങൾ ദൃശ്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് തികച്ചും രാഷ്ട്രീയ പ്രേരിതം. ആരോഗ്യമന്ത്രിയുടെ വീഴ്ചകൾ ജനങ്ങൾ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. പോലീസ് കസ്റ്റഡിയിൽ വിട്ട KSU നേതാക്കളെ ചോദ്യം ചെയ്യുന്നു. കരിങ്കൊടി വാങ്ങിയ സ്ഥലത്ത് തെളിവെടുപ്പും നടത്തി. മന്ത്രി വീണ ജോർജിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതികളെയാണ് ചോദ്യം ചെയ്യുന്നത്. FIR വായിച്ചോ? FIR ഇല്ല, വായിച്ചോ? ഇല്ല, വായിച്ചില്ല. അതിൽ പറയുന്നത് മന്ത്രിക്ക് നേരെ ആക്രോശിച്ചു കൊല്ലട എന്ന് പറഞ്ഞ് വന്നു, കയ്യിൽ ആയുധമുണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ഒരിക്കലല്ല. ഈ കേസിന് എങ്ങനെയാണ് കാണുന്നത്? സത്യം ജയിക്കും. നമ്മള് പ്രതിഷേധിച്ചു, സ്വാഭാവികമായിട്ട് കരിങ്കൊടി എടുത്ത് പ്രതിഷേധിച്ചു, കരിങ്കൊടി പ്രതിഷേധം നടത്തി. സത്യം ജയിക്കും. ഒരായുധം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം. മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, KSU നേതാക്കളെ 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെ 5 പ്രതികളെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ പ്രതികളെയും കൊണ്ട് തെളിവെടുപ്പ് നടത്തും. മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിൽ ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വലിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. അതേ തുടർന്ന് ഇപ്പോൾ ഒരാഴ്ചയായി ഈ പ്രതികളെല്ലാം തന്നെ ജയിലിൽ കഴിയുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, ട്രഷറർ അക്ഷയ് മാട്ടൂൽ, സെക്രട്ടറി CH മുബാസ്, ബ്ലോക്ക് പ്രസിഡന്റ് അഹമ്മദ് യാസിൻ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലൻ എന്നിവരാണ് ഈ കസ്റ്റഡിയിൽ ഉള്ളത്, പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അവരെ ഇന്ന് രാവിലെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. നാളെ വൈകിട്ട് വരെ ഈ കസ്റ്റഡി കാലാവധി ഉണ്ട് എങ്കിൽ കൂടി ഇന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇവരെ കോടതിയിൽ തിരികെ ഹാജരാക്കാൻ തന്നെയാണ് റെയിൽവേ പോലീസ് ഒരുങ്ങുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് നടത്തും. ഈ കരിങ്കൊടി വാങ്ങിയ കടയിൽ എത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. അക്ഷയ് മാട്ടൂലാണ് ഈ കരിങ്കൊടി വാങ്ങിയത് എന്നാണ് പോലീസിനോട് മൊഴി നൽകിയത്. അപ്പോൾ അക്ഷയ് മാട്ടൂലിനെയും കൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ടു മുന്നിലുള്ള കടയിലെത്തി ഈ കരിങ്കൊടി വാങ്ങിയ കടയിൽ തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം കണ്ണൂർ വിഷയോട് സംസാരിക്കവെയാണ് ഒരു ആയുധവും തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അതായത് ഈ FIR പറയുന്നത് ഈ മന്ത്രിയെ കരിങ്കൊടി കാട്ടുന്നതിനോടൊപ്പം ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ആയുധം ഉപയോഗിച്ച് ഉള്ള ഒരു പ്രതിഷേധം നടന്നു, ഒരു ആസൂത്രിതമായ ഒരു അക്രമം നടന്നു എന്നുള്ള രീതിയിലുള്ള ഒരു മൊഴിയാണ് മന്ത്രിയുടെ ഗവൺമെന്റ് മൊഴിയിൽ ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. അപ്പോൾ ആയുധം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഒരായുധവും തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, കരിങ്കൊടി അല്ലാതെ മറ്റൊന്നും തങ്ങൾ ഈ പ്രതിഷേധത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അക്ഷയ് മാട്ടൂൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സമാനമായ മൊഴി തന്നെയാണ് ഇപ്പോൾ ഈ റെയിൽവേ ഇൻസ്പെക്ടറാണ് ഈ തെളിവെടുപ്പ് ചോദ്യം ചെയ്യൽ നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നൽകിയ മൊഴിയും ആ രീതിയിൽ തന്നെയാണ്, കരിങ്കൊടി അല്ലാതെ മറ്റ് ഒരു ആയുധവും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു മൊഴിയാണ് നൽകിയിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ അക്ഷയ് ഇപ്പോൾ കണ്ണൂർ വിഷയോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ സംസ്ഥാനത്താകെ നടന്നതാണ്. മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു, മന്ത്രിയെ ആസൂത്രിതമായി വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആക്ഷേപമാണ് CPM ഉയർത്തിയിരുന്നത്. ഇത് രാഷ്ട്രീയ രംഗത്ത് വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. മന്ത്രി അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും അതിന് തിരിച്ചടി നൽകുന്ന ഒരു സാഹചര്യം. നേരത്തെ ഈ പ്രതികളെ തെളിവെടുപ്പിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് KPCC അംഗം റിജിൽ മാക്കുറ്റി പോലീസിനോട് തട്ടിക്കയറുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ പ്രതികളെ വൻ പോലീസ് സന്നാഹത്തിലാണ് ഈ പ്രതികളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അത് ഇവരെന്താണ് തീവ്രവാദികളാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് KPCC അംഗം റിജിൽ മാക്കുറ്റി പോലീസിനോട് തട്ടിക്കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് വലിയ രീതിയിലുള്ള കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസ് എന്ന നിലയിൽ കൂടിയാണ് ഈ കേസ് പരിഗണിക്കപ്പെടുന്നത്. എന്തായാലും മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി കാട്ടിയത് കരിങ്കൊടിയല്ലാതെ തങ്ങൾ ഒരു ആയുധവും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പ്രതികളെല്ലാം തന്നെ പോലീസിന് ഇപ്പോൾ മൊഴി നൽകി
നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തെളിവെടുപ്പ് അല്പസമയത്തിനകം തന്നെ നടക്കും. കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിലാണ് തെളിവെടുപ്പ് നടക്കുക. റെയിൽവേ ഇൻസ്പെക്ടറാണ് തെളിവെടുപ്പ് ചോദ്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ തെളിവെടുപ്പും ഉണ്ടാവുക. കൃഷ്ണേന്ദു.